ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാൻ പറ്റിയ മുളക് ബജിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മുളക് ബജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെയുള്ള മുളക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ആ മുളക് ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല വലുപ്പത്തിലുള്ള മുളകാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല മൂത്തിട്ടുള്ള മുളകാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവൊക്കെ ഒന്ന് നമുക്ക് കളയാനായിട്ട് ഇതിനുള്ളിലെ കുരുവൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. അതിനായിട്ട് ഫില്ലിങ് വെക്കാനുള്ള മുളക് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടറ്റം വിട്ടു പോവാത്ത രീതിയിൽ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇതിനുള്ളിലെ കുരു നമുക്ക് മുഴുവനായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതിനുള്ളിലെ കുരുവൊക്കെ കളഞ്ഞെടുക്കുക. കുരു ഫുള്ളായിട്ട് നമ്മൾ കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നല്ല എരിവ് ഉണ്ടാവും മുളക് ബജി ഉണ്ടാക്കി കഴിഞ്ഞാൽ. കുറച്ച് മുളക് ഞാൻ അങ്ങനെ ഫില്ലിങ് വെക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ സാധാരണ മുളക് ബജിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നടുകെ കീറിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നടുകെ കീറിയതിന് ശേഷം കുരുവൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ മുളകും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫില്ലിങ് വെക്കാനുള്ള മുളക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മുളക് ബജി ഉണ്ടാക്കാനുള്ള മുളകും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ള മാവ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു 3-4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമാണെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണിൽ കുറച്ച് താഴെയായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണിൽ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടേബിൾ സ്പൂൺ കായത്തിന്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്, എന്നാലാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മാവിന് 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് അടിച്ചു നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടുള്ള മാവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇത്രയും തിക്കായിട്ട് എടുക്കണ്ട, കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം മാവ്. അപ്പം അതിനായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുളക് ബജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കടായിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് മുളക് ബജിയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. കുറച്ച് ബജി ഞാൻ ഫില്ലിങ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു ചെറിയ സവോള നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് മുളക് പൊടിയാണ്, കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു നുള്ള് മതിയാവും. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എരിവ് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ള് മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ചാട്ട് മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 നുള്ള് ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ലെമൺ ജ്യൂസ് എടുക്കുമ്പോൾ ഒരു ലെമണിന്റെ ഹാഫ് എടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുളക് നടുകെ കീറി വെച്ചിട്ടില്ലേ, കുരുവൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതിനുള്ളിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിനുള്ളിൽ ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ചീസാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് വരുന്ന ചീസില്ല, അതാണ് എടുത്തിരിക്കുന്നത്. മൊസറല്ല ചീസ് ഒക്കെ വെച്ച് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഇതുപോലെയുള്ള ചീസ് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ഇതിനുള്ളിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്ര അധികം ചീസൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫില്ലിങ് വീണ്ടും ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഇതുപോലെ ആക്കി എല്ലാതും റെഡിയാക്കി വെക്കാം. ഇനി ഫില്ലിങ് വെക്കാത്ത കടുകെ കീറി വെച്ചിരിക്കുന്ന മുളകാണിത്. അത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്റർ കുറച്ച് ലൂസിലാണ് ഇരിക്കുന്നത്, അധികം തിക്കായിട്ട് വരരുത്. അധികം തിക്കായിട്ട് വന്നാൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ മാവൊക്കെ വിട്ടു പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ മാവ് ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ഈ ബാറ്റർ മുളകിൽ പിടിച്ചു നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 കപ്പ് മാവിന് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ഓരോ മാവിനനുസരിച്ചിട്ടും ചിലപ്പോൾ വെള്ളത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പം അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതധികം കുക്ക് ചെയ്തെടുക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ പുറമേ ഉള്ള ഈ മാവ് മാത്രം നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ് വെച്ചിട്ടുള്ള മുളക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതും നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പിടിക്കുക. അപ്പോൾ എക്സ്ട്രാ ഉള്ള മാവൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല വലുപ്പത്തിലുള്ള മുളകാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് വലുതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോഴും ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള മുളക് വാങ്ങുക. എനിക്ക് അങ്ങനത്തെ മുളക് കിട്ടാത്തതുകൊണ്ടാണ് നല്ല വലിയ മുളക് എടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ മുളകും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹാഫായിട്ട് സ്ലൈസ് ചെയ്ത് സാധാ ബജി ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ്. പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബജിയാണ്. നമ്മൾ ഫില്ലിങ് വെച്ചിട്ടുള്ള ബജിയാണിത്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ബാറ്റർ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റിൻ്റെയും ചീസിൻ്റെയും ഒക്കെ ഫില്ലിങ് വെച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ 2 ബജികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മുളകിനുള്ളിലെ കുരു മുഴുവനായിട്ട് കളയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നല്ല എരിവുണ്ടാവും ബജി കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു.